യേശുക്രിസ്തുവിനെ അടക്കിയ യോസേപ്പിന്റെ കല്ലറയുടെ ലൊക്കേഷൻ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ ക്രൂശിച്ച മലയോട് ചേർന്നൊരു തോട്ടവും ആ തോട്ടത്തിൽ ആരെയും വെക്കാത്തൊരു കല്ലറയുണ്ട്. സ്തോത്രം. ഈ കാണുന്ന പടുകൂട്ടൻ മതിൽ, ഇത് തലയോടിയുടെ മലയും മുകളിന്റെ അതിരാന്ന് നിശ്ചയിക്ക്. ഈ അതിരിന്റെ തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടി, സ്തോത്രം, യോസേപ്പ് കല്ലറ പണിതിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ഓർത്തെ, ഇന്നത്തെ പെന്തിക്കോസുകാരുടെ സഭാ ഹോള് പോലെ, പെന്തിക്കോസുകാരുടെ സെമിത്തേരി പോലെ, സ്തോത്രം, സഭ വെണ്ണിക്കുളത്തും സെമിത്തേരി കായംകുളത്തും ആയിരുന്നെങ്കിൽ, സ്തോത്രം, അങ്ങനെയാണല്ലോ മിക്കവാറും, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇനി യോസേപ്പും നിക്കോദീമോസും കൂടി വന്ന് കുരിശേ നിറക്കി ഇത് വഴി കുടിച്ചിടാൻ പറ്റിയല്ലോ. യോസേപ്പിന്റെ കല്ലറ അങ്ങ് കായംകുളത്താണെങ്കിൽ ഇവിടെ നിന്ന് ആംബുലൻസ് ഉണ്ടോ? സ്തോത്രം. ഇതൊന്നും ഇല്ലാതെ തോളെ ചുമ്മിക്കൊണ്ട് ഈ സാധനം കൊണ്ട് കുമ്പഴ ചെല്ലുമ്പോഴേക്കും ശബത്ത് തുടങ്ങിയല്ലേ. ശബത്ത് തുടങ്ങിയാലേ യഹൂദൻ ശബത്തെ തൊടാൻ സമ്മതിക്കുക, അവിടെ വെക്കണ്ടേ. പിന്നെ അത് പ്രധാന പെസഹായുടെ ശബത്താണ്. സ്തോത്രം. ഏകദേശം 1.5 ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലേ ആ ശബത്ത് വീടത്തുള്ളൂ. അപ്പോഴേക്കും ഇത് വഴിയിലിരുന്ന് പുഴുവരിക്കത്തില്ലേ, അടിച്ചു തകർത്ത ശരീരം. സ്തോത്രം. ആ ക്രൂശയെ നിറക്കാൻ ആരും വന്നില്ലെങ്കിൽ കർത്താവ് പറഞ്ഞില്ലേ, ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന്. ഈച്ചയാട്ടാൻ പോലും ആരുമില്ലാതെ കിടക്കുന്ന ആ കുരിശെ കിടന്നുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ലോകരക്ഷകന്റെ മൃതശരീരം ആകാശത്തിലെ പറവകൾ കൊത്തി വലിക്കില്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അത് സമ്മതിക്കുമോ? അതുകൊണ്ട് സ്വർഗം കരുതി വെച്ചു, ക്രൂശിക്കാൻ ഒരു മലയുണ്ടെങ്കിൽ അതിനോട് ചേർന്നൊരു തോട്ടമുണ്ട്. ഇന്ന് രാത്രിക്കാലം ഓർത്തോ, നിന്നെ ക്രൂശിക്കാൻ ചിലര് തെരഞ്ഞെടുത്തൊരു സ്ഥലമുണ്ടെങ്കിൽ അധികം ദൂരെയല്ലാത്തൊരു സ്ഥലം, അധികം ദൂരെയല്ലാത്തൊരു സ്ഥലം. അവിടെ നിന്ന് നോക്കിയാൽ ആ അതിരെ തന്നെ ചരട് പിടിച്ചാൽ കിട്ടാവുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ദൈവം നിന്നെ ഉയർപ്പിക്കാതിരിക്കില്ല. ഇന്ന് രാത്രി അത് വിശ്വസിച്ചോ. നീ സ്ഥലം വിറ്റ് പോകാൻ ആഗ്രഹിച്ചിട്ട് വിറ്റ് പോകാൻ കഴിയാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്നെ ക്രൂശിച്ചടച്ചു തന്നെ എന്റെ ദൈവത്തിന് നിന്നെ മാനിക്കണം. ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. ആരോടോ പ്രവചിക്കുക, നിനക്ക് നിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകേണ്ടി വന്നു, പക്ഷെ ആ ദൂത് ചേർത്ത് വെച്ച് പ്രവചിക്കുന്നു. സ്വർഗം നീ ഒറ്റപ്പെട്ടെടുത്ത്, നിന്നെ കല്ലെറിഞ്ഞെടുത്ത്, മനസ്സറിയാത്ത കാര്യങ്ങൾ നിന്റെ മേൽ കെട്ടിവെച്ചെടുത്ത് സ്വർഗം നിന്നെ തിരിച്ചു കൊണ്ടുവന്ന്, സ്വത്ര ഒരു ചാൻസോടെ യോനയ്ക്ക് കൊടുത്തതുപോലെ എന്റെ കർത്താവ് തരുമെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഏതോ കർത്തൃദാസനോട് ഇന്ന് രാത്രി സ്വർഗം പ്രവചിച്ചു പറയുകയാണ്. നിന്നെ ഉയർത്താൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ആളും പേരും അറിയാത്ത, നീ ആരാന്നറിയാത്ത ഒരു കുറ്റിക്കാട്ടിലല്ല. നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നത്, നിന്നെ ഒതുക്കാൻ നോക്കിയത് എവിടാണോ അവിടെ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ദൈവം ചെയ്യുള്ളൂ. അപ്പൊ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. ക്രൂശിച്ചിട്ട് യോസേപ്പിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. നേരം വെളുത്തപ്പോൾ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്നു, ഈ മന്ദിരം പൊളിപ്പി ഞാൻ 3 നാൾ കൊണ്ട് പണിയും. വേറൊരു സമയത്ത് സാധാരണക്കാരോട് പറഞ്ഞു, യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നത് പോലെ 3 രാവും 3 പകലും മനുഷ്യപുത്രൻ ഭൂമിക്കടിയിൽ ഇരിക്കേണ്ടതാകുന്നു. ഇത് രണ്ടും ആത്മീകമാണ്. ഒന്ന് വെളിപ്പാട്, ഒന്നൊരു പ്രവചനവുമാണ്. ക്രൂശീകരണം കഴിഞ്ഞ് തലയോടിയുടെ മലമുകളിൽ നിന്ന് യേശു തീർന്നു എന്നുള്ള വിചാരത്തോടെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ നേതൃത്വത്തിൽ പുരോഹിത വൃന്ദം ഇറങ്ങിപ്പോരുമ്പോഴാണ് പിശാച് അവരുടെ ഹൃദയത്തിനകത്തൊരു ബോധ്യം കൊടുത്തത്. അവരുടെ ഭാഷയെ പറയാം, ഈ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ സ്തോത്രം ഒരു പ്രവചനവും ഒരു വെളിപ്പാടും പറഞ്ഞിട്ടുണ്ട്. അത് നിറവേറിയാൽ ആദ്യത്തെ ചതിയേക്കാൾ വഷളാകും രണ്ടാമത്തത്. അതുകൊണ്ട് അവര് തീരുമാനിച്ചു കല്ലറ ഉറപ്പാക്കണം. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ പോട്ടെ, നമുക്കറിയാം. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തെങ്കിലും കർത്താവ് ആരാളെന്നറിയാമോ? ഇനി എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനായ യേശു. ഇനി ഇമ്പീരിയൻ മുദ്രയല്ല, രാജാവിനെ കൊണ്ടെന്ന് കാവലിരുത്തിയാലും 3 ദിവസം കഴിയുമ്പോൾ ഇത് പണിയുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിതിരിക്കും. അതിന്ന് രാത്രി ഞാൻ നിങ്ങളോടും പറയാം. സ്തോത്രം. എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും, ആരൊക്കെ എതിര് നിൽക്കുന്നുണ്ടെങ്കിലും, നിന്റെ പ്രതിയോഗി എത്ര വലിയവനാണെങ്കിലും,
നിന്നെ പണിയാനൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ഉയർത്താനൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു വാക്ക് മാറില്ല. ആര് കാവല് നിന്നാലും സായുധ സന്നാഹത്തിന്റെ പടഹധ്വനി നിന്റെ കൂടാരവാതുക്കൾ പന്തല് കെട്ടി കാവൽ നിന്നാലും, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, വാക്ക് പറഞ്ഞവൻ യേശു ആണെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. സ്തോത്രം. മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. പട്ടാളക്കാർ കാവൽ നിൽക്കുന്നവർ നോക്കിയപ്പോൾ കല്ലുരുണ്ടു പോയിരിക്കുന്നു. അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അകത്ത് ആളില്ല. സ്തോത്രം. മറിയൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് നടന്ന സംഭവമായി പറയുന്നത്. നമ്മൾ ആ ഭാഗം കൂട്ടി വായിക്കണം. മറിയൊക്കെ പിന്നെ വന്നപ്പോഴല്ലേ സ്തോത്രം ദൂതൻ ഇരിക്കുന്നതും ദൂതൻ അവനിവിടെ ഇല്ലെന്നൊക്കെ പറഞ്ഞ്. അതിനേക്കാളൊക്കെ മുമ്പ് പട്ടാളം നോക്കുമ്പോൾ കല്ലുരുണ്ട് മാറി, ആളകത്തില്ല. റോമൻ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് റോമൻ പട്ടാളക്കാർ. കസ്റ്റോഡിയൻ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പട്ടാള വിങ്ങാണവർ. ഏത് അപകട മേഖലയിലും കാവൽ നിൽക്കാൻ പറ്റുന്ന ബ്ലാക്ക് ക്യാറ്റ്സിനേക്കാൾ മൂർച്ചയുള്ള അതീവ ശക്തിയുള്ള തൻ്റെടികൾ. അവര് നോക്കിയപ്പോൾ ആള് പോയി. നിങ്ങൾ പറയണം, അങ്ങനെയാണെങ്കിൽ പട്ടാളം റിപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെ ആയിരുന്നു? സർക്കാരിന്റെ ആൾക്കാരല്ലേ ഇവര്. റിപ്പോർട്ട് ചെയ്യേണ്ടത് നേരെ ഗവൺമെന്റിലായിരുന്നു. പീലാത്തോസിന്റെ അടുക്കല പറയുന്നത്, സാറേ നമ്മൾ കാവൽ നിന്നു, പക്ഷെ ആൾ എഴുന്നേറ്റ് പോയി. സ്തോത്രം. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ നോക്കി എപ്പോഴാണെന്നറിയില്ല. പക്ഷെ ഇവര് ചെന്ന് പറഞ്ഞത് പീലാത്തോസിന്റെ അടുക്കലല്ല, പുരോഹിതന്മാരുടെ അടുക്കലാണ്. അതിന്റെ കളി ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ വഴിക്ക് സമയം പോകും. ഇവരവിടെ അല്ല പറഞ്ഞു, ഓടിച്ചെന്ന് ഇവരോട് പറഞ്ഞു, സാറേ പണി മുഴുവൻ പോയി. പിള്ളേരുടെ ഭാഷ പറഞ്ഞ പണിയല്ല പാളി. സ്തോത്രം. അവൻ എഴുന്നേറ്റ് പോയി. പുരോഹിതന്മാർ ഇരുട്ടുള്ളപ്പോൾ ഓടി കല്ലറയ്ക്കൽ വന്നപ്പോൾ പട്ടാളം പറഞ്ഞത് സത്യമാണ്. ധരിച്ചിരുന്ന തുണി, അവന് ചുറ്റിയിരുന്ന തുണി മാത്രം ബാക്കിയുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റു. ഈ സമയത്ത് ഉയർത്തെഴുന്നേറ്റു എന്ന സത്യത്തെ തടയാൻ വേണ്ടി ഇപ്പോ ദൈവദാസിമാര് വായിച്ചു കേൾപ്പിച്ചത് ഇങ്ങനെയാണ്. അവരെന്ത് ചെയ്തു? ഈ പുരോഹിതന്മാർ പട്ടാളക്കാർക്ക് വേണ്ടുവോളം പണം കൊടുത്തു. സ്തോത്രം. 14-15 സംഭവം. അത് വേണ്ടുവോളം പണം കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇവൻ ഉയർത്തെഴുന്നേറ്റതാണെന്ന് നേരം വെളുക്കുമ്പോൾ ഒറ്റ കുഞ്ഞുങ്ങൾ അറിയരുത്. പിന്നെ എന്തു പറയണം? ഈ പ്രമാദമായിരിക്കുന്ന കേസിന്റെ ഗതസമനം മുതൽ ഇങ്ങോട്ട് 10-38 മണിക്കൂറായി ഉറങ്ങാതെ ക്ഷീണിച്ച് ഈ ടീം തന്നെയാണ് കാവൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ആലസ്യത്തിൽ ഞങ്ങൾ മയങ്ങിപ്പോയപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവന്റെ മൃതശരീരം എടുത്തുകൊണ്ട് പോയതാണെന്നേ പറയാവൂ. ഇനിയും കാശ് വേണമെങ്കിൽ തരാം. സ്തോത്രം. ഇവർക്ക് എവിടെന്നാ കാശ്? AV പുരോഹിതന്മാർക്ക് എവിടെന്നാ കാശ്? പിള്ളേര് പേർഷ്യയിലില്ല, റബ്ബർ വെട്ടാനില്ല. കാരണം അവർക്ക് വേറെ പരിപാടിക്കൊന്നും പോകാൻ പറ്റിയില്ലേ. ഇവര് ദൈവാലയത്തിലെ പണ്ണാരത്തിലെ കാശെടുത്തായി കളിക്കുന്നേ. സ്തോത്രം. ദൈവാലയത്തിലെ പണ്ണാരത്തിലെ കാശ് കൊണ്ട് കേസ് കളിക്കുന്നവരും കൈക്കൂലി കൊടുക്കുന്നവരുണ്ടെങ്കിലൊക്കെ കേട്ടോളണം, സ്വർഗം വെറുതെ ഇരിക്കുകയല്ല. സ്തോത്രം. ആ കാശ് കൊണ്ട് നീ എന്ത് ചെയ്താലും ആ ചറ കെട്ടിയാ നിൽക്കുകയല്ല. സ്തോത്രം. ആ പണമെടുത്ത് ഇവർ കൈക്കൂലി കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് പറഞ്ഞു, സ്തോത്രം, ശിഷ്യന്മാർ അവനെ എടുത്തുകൊണ്ട് പോയി എന്നാ പറയാ, ഉയർത്തെന്ന് പറയരുത്. ഇതങ്ങ് പ്രചരിച്ചു. ഒരു ന്യൂനപക്ഷം ക്രിസ്തു ശിഷ്യർ അവര് അവസരം കിട്ടുന്നിടത്തൊക്കെ പറയാണ് യേശു ക്രിസ്തു ദൈവമാണ്, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ യഹൂദന്റെ പ്രചാരണ നിമിത്തം പട്ടാളത്തിൽ നിന്ന് പുറത്തു വന്നു. ഈ മത്തായി സുവിശേഷം എഴുതുന്ന കാലം 30 വർഷങ്ങൾക്ക് ശേഷത്തോളം വരും. ആ കാലഘട്ടത്തിൽ പോലും ആ സംഭവം പ്രചാരം നേടിക്കൊണ്ടിരിക്കുക. യേശു ഉയർത്തട്ടില്ല. കർത്താവിന്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്, അവര് പ്രചരിപ്പിക്കുന്നതാണ് എന്ന് യഹൂദന്മാർ സകല ചായക്കടയിലും മുക്കിലും മൂലയിലും എല്ലാം ഇരുന്ന് പറഞ്ഞു. സ്തോത്രം. മാത്രമോ യഹൂദന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, ന്യായപ്രമാണം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ പോലുള്ള ചെറിയ ചെറിയ ന്യായപ്രമാണ പഠനശാലയിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പരുവത്തിലുള്ള കുഞ്ഞുങ്ങളെ ന്യായപ്രമാണം പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കുമ്പോൾ അവരുടെ റബിമാരവിടെ പഠിപ്പിക്കും. ഈ നാട്ടിൽ മോശയുടെ ന്യായപ്രമാണത്തിനും ദൈവാലയത്തിനും എതിരെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരുത്തനുണ്ടായിരുന്നു. യേശു എന്നാണ് അവൻ്റെ പേര്.
അവനെ ദൈവം ശിക്ഷിച്ചു, മരത്തിൽ തൂക്കിക്കൊന്നു. എന്നിട്ട് അവന്റെ മൃതശരീരം കൊണ്ടുവന്ന് അടക്കിയിട്ട് ആ ശരീരം അവന്റെ ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേറ്റതാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിലൂടെ നടക്കുന്നുണ്ട്. നീളം കൈയുള്ള ഷർട്ടും കറുത്ത പാൻറ്റും ബൈബിളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന അവന്മാരെ വഴി കണ്ട മടല് വെട്ടി അടിക്കണം. സത്യമല്ലെന്ന് പ്രചരിപ്പിക്കുന്നത് സത്യമല്ലെന്ന് പറഞ്ഞ് യഹൂദന്മാർ ഈ കള്ളക്കഥ മുഴുവൻ പരത്തിക്കൊണ്ടിരുന്നു. വർഷങ്ങളോളം ഈ കഥ പരന്നു. ദൈവം അത് അനുവദിച്ചു. എന്നാൽ ദൈവം നിശ്ചയിച്ചു ഈ കഥ പൊളിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവസഭ കേട്ടോളണം, ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ആളുകൾ കേട്ടോളണം. ഏത് ദൈവത്തിന്റെ സത്യത്തിന് വിരുദ്ധമായി പ്രചരിപ്പിക്കുന്ന ഏത് കഥയും കുറെ നാള് തിയേറ്റർ നിറഞ്ഞോടും. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രികാലം ആത്മാവിൽ കേട്ടോളണം, അതിന്റെ കാലാവധി കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ കഥ പൊളിച്ച് സത്യം കൊണ്ടുവരുമെന്നുള്ള കാര്യം ഈ വേദപുസ്തകത്തിൽ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒട്ടനവധി തെളിവുകൾ ഇന്ന് രാത്രി ഈ യോഗം കഴിയുമ്പോൾ നിന്നാ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് രാത്രി ദൈവസഭയും കർത്തൃദാസന്മാരും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളണം. ആത്മഭാരത്തോടെ ഞരങ്ങുന്നവരുണ്ടെങ്കിൽ കേട്ടോളണേ. സ്വത്രം ഏതെങ്കിലും ഉപദേശിയെ സ്വത്രം ഇട്ട് വഴിക്കിട്ട് സ്വത്രം ഉപദ്രവിച്ചെന്നോ ഏതെങ്കിലും ഒരുത്തിന് വീഴ്ച പറ്റുന്നോ കേൾക്കുമ്പോൾ അതിനെല്ലാം ലൈക്ക് അടിച്ച് സ്വത്രം കമന്റ് പറയുന്നവനല്ല, മറിച്ച് ദൈവസഭയ്ക്ക് വിരുദ്ധമായി നടക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ കർത്താവേ ഇത് അപമാനമാണല്ലോ, നിന്നയാണല്ലോ, ഇത് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് വിശുദ്ധിക്ക് വിരോധമായി, സഭയ്ക്ക് വിരോധമായി, സത്യസുവിശേഷത്തിന് വിരോധമായി, അഭിഷിക്തന്മാർക്ക് വിരോധമായി ശത്രു ചെയ്യുന്ന തന്ത്രമാണെന്ന് തിരിച്ചറിയാൻ തലച്ചോറ് പണയം വെക്കാത്ത പഴുക്കാത്ത വിശ്വാസികൾ പത്തനംതിട്ടയിലും അട്ടച്ചാക്കലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ ദൂത് പറയാം. അങ്ങനെ ഞരങ്ങുന്നവരുണ്ടെങ്കിൽ, ദൈവദാസന്മാരോ ദൈവമക്കൾ ഉണ്ടെങ്കിൽ, അവരുടെ കണ്ണുനീരിന് മറുപടിയായി ഈ കഥ ദൈവം പൊളിക്കും. സഭയ്ക്കെതിരെ, വിശ്വാസത്തിനെതിരെ, സുവിശേഷത്തിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ, സത്യത്തിനെതിരെ സ്വത്രം പ്രചരിപ്പിക്കുന്ന സകല കഥകളും അത് പൊളിക്കുന്ന ഉത്തരവാദിത്വം ഇവിടുത്തെ കമ്മിറ്റിക്കല്ല, സ്വർഗത്തിലെ ദൈവത്തിനാണ്. പ്രാർത്ഥിച്ചോ. നിന്റെ വീട്ടിൽ നിനക്കെതിരെ ചേർത്ത് നിർത്തേണ്ടവർ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് നിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുകച്ചു ചാടിക്കാൻ, നിന്റെ കുഞ്ഞിനെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന വീട്ടിൽ അവളെ നിർത്താതിരിക്കാൻ കള്ളക്കഥകൾ തന്നെ ചമച്ചുണ്ടാക്കി മനുഷ്യത്വം നഷ്ടപ്പെടുത്തി കണ്ണുനീരിൽ ആഴ്ത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൂത് തിരിഞ്ഞ് കറങ്ങി വരുന്നത് ആ അമ്മയുടെ കണ്ണീരിന് മറുപടിക്കായിരിക്കും. സ്വർഗം എന്നോട് പറയുന്നു, കുടുംബക്കോടതി അല്ലത് തെളിയിക്കാൻ പോകുന്നത്, ഇവിടത്തെ ഹൈക്കോർട്ടുമല്ല തെളിയിക്കാൻ പോകുന്നത്, സ്വർഗത്തിലൊരു കോടതിയുണ്ട്, സത്യം തെളിയിക്കുന്ന കോടതി. ആ കോടതി കള്ളക്കഥകളെ പൊളിക്കും. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അവിടെ നിന്ന് നമുക്ക് സുവിശേഷം ബാക്കി തുടങ്ങണം. പക്ഷെ എന്നോട് കർത്താവ് ചിലരോട് പറയുന്നു, ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി നിന്നവർക്കെതിരെ ഓർക്കാപ്പുറത്ത് കയറി വന്ന കുപ്രചരണങ്ങളും കള്ളക്കഥകളും ഇന്ന് രാത്രികാലം സ്വർഗം അത് കണ്ടിട്ടുണ്ട്. അതിനൊരു നടപടി ദൈവം തുടങ്ങിയിട്ടുണ്ടെന്ന് സ്വർഗം ഇന്ന് രാത്രി ആരോടൊക്കെയോ ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൂത് പറയുകയാ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ യാക്കോബിനോട് 10 മക്കൾ ഒരുമിച്ച് വന്നൊരു കഥ പറഞ്ഞു. സ്തോത്രം. ഓർക്കുന്നുണ്ടോ? യോസേപ്പ് എന്ന് പറയുന്ന യാക്കോബിന്റെ ഇഷ്ടമകൻ. സ്തോത്രം. ആ മകനെ ഒരു ദിവസം ബാക്കി 10 പേര് ആടുകളെ തീറ്റാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് ആ സന്ദർഭത്തിൽ അപ്പൻ ക്ഷേമം തിരക്കാനും ആഹാരം കൊടുത്തയച്ചു. ദൈവം കൊടുത്ത സ്വപ്നത്തിന്റെ പേരിൽ അസൂയ കയറി അവൻ വരുന്ന വഴിക്ക് അവനെ പിടിച്ച് അവന്റെ സ്വപ്നം എന്താകുമെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് വെള്ളമില്ലാത്ത കിണറ്റിലെറിഞ്ഞു. കല്ലുവാരിയിട്ട് കൊല്ലാനാ പ്ലാൻ ചെയ്ത്. അപ്പോഴത്തേക്കും രൂപേനാന്ന് തോന്നുന്നു പറഞ്ഞു, കൊല്ലരുത്, ബാലനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിൽക്കുമ്പോൾ ആ വഴിക്ക് ഇസ്മായിലെ കച്ചവടക്കാർ വന്നു. ഞാനിതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ അകം ദൈവത്തോട് അസാധാരണ സ്നേഹമാണ്. കാരണം അറിയാം, ആ ടൈമിങ് ആൻറ്റിമാർക്ക് ഇങ്ങനെ മനസ്സിലാവുന്നോ? ആ ടൈമിങ് കണ്ടോ? ആ സമയത്ത് കച്ചവടക്കാർ വന്നില്ലെങ്കിൽ അവിടെ ബാർഗൈനിങ് നടക്കുക. ഒരുത്തൻ വാദിക്കുക, രൂപാൻ മാത്രം വാദിക്കുക, കൊല്ലല്ലേ കൊല്ലല്ലേ. സ്വത്രം. ബാക്കി 9 പേരും വാദിക്കുന്നത് എന്തിനാ വെച്ചോണ്ടിരിക്കുന്നവൻ തീർക്ക.
എന്ന് പറയുമ്പോൾ ഒരുത്തൻ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. ആ സമയത്ത് പിടിച്ചു വെക്കാൻ എൻ്റെ അമ്മച്ചി ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ രൂപേന്റെ വാക്ക് തട്ടി അവന്മാര് കല്ലുവാരിയിടും. അതിനേക്കാൾ മുമ്പ് സർവശക്തൻ സ്വപ്നമുള്ളവനെ പൊക്കിക്കൊണ്ടു പോകാൻ ആ വഴിയിലൂടെ കച്ചവടക്കാരെ വരുത്തിയ ദൈവമാണ് എൻ്റെ ദൈവം. നിന്നെ നേരെ നിർത്താൻ, സ്വത്രം നിന്നെ പിടിച്ചു നിർത്താൻ, നിന്റെ സ്വപ്നങ്ങളും ദർശനങ്ങളും പൂവണിയാൻ നിന്റെ വീട്ടുകാരെതിരാണെങ്കിൽ നിനക്ക് പരിചയമില്ലാത്തൊരു കൂട്ടത്തെ നിന്റെ വഴിയിലൂടെ വിട്ട് നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം നിറവേറ്റാൻ ഈ ദൈവത്തെ പോലൊരു ദൈവമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പറയുന്നത് മുഴുവൻ എൻ്റെ ദൈവത്തെയാണ് പറയുന്നത്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ. ഈ ആഗ്രഹത്തോടും ആവേശത്തോടും സ്തോത്രം പറയുന്നവരുടെ കൂടെ നിന്ന് സ്തോത്രം പറഞ്ഞ് നിങ്ങൾ ഒന്നും ആകാതെ പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിക്കുന്നു, യേശുവിനെ മറക്കരുത്. സത്യത്തിന്റെ പക്ഷത്തുനിന്ന് മാറരുത്. സ്വോത്ര കാഴ്ച കിട്ടും, സ്വോത്രം പറഞ്ഞാലും പോരാ, ദൈവവചനത്തെ അനുസരിക്കണം. ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം. വയലേലുമല്ല വരമ്പിലുമല്ലാത്തുള്ള യാത്ര ഇന്ന് നിർത്തണം. ഒന്നുകിൽ നീ വയലിൽ ഇറങ്ങണം, സ്വത്രം ദൈവത്തിന്റെ കൂടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ഏത് കഥ വന്നാലും ദൈവം ഏറ്റോളും. യാക്കോബന്റെ അടുക്കൽ അവൻ ഉടുത്തിരുന്ന തുണി അഴിച്ചൊരു മൃഗത്തെ കൊന്ന് അതിന്റെ ചോരയിൽ മുക്കിയിട്ട് അപ്പന്റെ അടുക്കൽ കൊണ്ടുവന്ന് 10 പേരും കൂടി ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ട് ഗദ്ഗദത്തോടെ പറഞ്ഞു, ഇടറിയ കണ്ണത്തോടെ പറഞ്ഞു, അപ്പാ ഞങ്ങളൊരു സത്യം പറയാൻ പോവാ. അപ്പനൊന്ന് ഉറച്ചിരുന്നേ, ഞെട്ടരുത്, ബോധം കെടരുത്. വേറൊന്നുമല്ല, അപ്പനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ അപ്പന്റെ മോൻ ഞങ്ങൾക്ക് ആഹാരവുമായി വന്നപ്പോൾ ഞങ്ങൾ ബാലന്റെ അലർച്ചയും കരച്ചിലും കേട്ടുകൊണ്ട് ഓടിച്ചെല്ലുമ്പോൾ അവനെ ഒരു കാട്ടുമൃഗം തിന്നു. ഈ വസ്ത്രം മാത്രമേ കിട്ടിയുള്ളൂ. സ്തോത്രം. ഇത് അപ്പന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ വേദനയോടെ പുലമ്പിക്കൊണ്ട്, അന്ന് ഇതുപോലത്തെ വലിയ സ്തോത്രം എന്താ പറയുക, വലിയ വലിയ കബോർഡോ അലമാരിയോ ഒന്നും ഇല്ലല്ലോ. ആ കീറിപ്പറഞ്ഞ വസ്ത്രം യാക്കോബിന്റെ കട്ടിലിനടിയിലേക്ക് നീക്കി വെച്ചു. 13 കൊല്ലം, 1-2 അല്ല, 13 കൊല്ലം ഈ വസ്ത്രം ഇടയ്ക്കിടയ്ക്കെടുത്ത് നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് യാക്കോബ് പറയും, എൻ്റെ മോനെ യോസേപ്പേ, നീ നിന്റെ നരയെ ജീവനോടെ പാതാളത്തിലേക്ക് ഇറക്കൂലോടാ, നീറി നീറി ഞാൻ ചാവുവാന്ന് പറയുന്നത് ഈ ലേവി കണ്ടിട്ടുണ്ട്, ഈ യഹൂദ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ കണ്ടിട്ടും 13 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും പറഞ്ഞില്ല, പപ്പ സ്വത്രം 5 കൊല്ലം കഴിഞ്ഞല്ലോ, ഞാൻ സത്യം പറയാം, അവരോട് പറയരുത്, അവരെന്നെ കൊല്ലും. യോസേപ്പ് കാട്ടുമൃഗം തിന്നതൊന്നുമല്ല, പപ്പ ആരോടും പറയരുത്. സ്വത്രം. അവനെ കച്ചവടക്കാർക്ക് മറിച്ച് വിറ്റതാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ ദുഃഖത്തിന് പകുതി വേദന കുറഞ്ഞേനെ, എവിടെയെങ്കിലും. പക്ഷേ 13 കൊല്ലത്തിനിടയിൽ ഇവരാരും പറഞ്ഞില്ല. ആ കഥ യാക്കോബിന്റെ അകത്ത് വേദനയോടെ നിന്നു, നാട്ടിൽ മുഴുവൻ പ്രചരിച്ചു. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ അബ്രാഹാമിന്റെ കുടുംബത്തിൽ സ്വത്രം അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു. സത്യദൈവത്തെ സേവിക്കാൻ ഇറങ്ങി യാഗപീഠം പണിത് ആരാധിച്ച് സ്വത്രം പാരമ്പര്യങ്ങളെ വിട്ടിറങ്ങിയവന്റെ കുടുംബത്തിനകത്ത് തലമുറകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള കള്ളപ്രചരണം നാട്ടിൽ പ്രചരിച്ചു. ഇന്നത്തെ തലമുറ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവത്തെ സേവിച്ചിട്ട് യോസേപ്പ് എന്നാ നല്ല ചെറുക്കനായിരുന്നു, എത്ര പ്രാർത്ഥനക്കാരനായിരുന്നു, അവനീ ഗതികേട് പറ്റിയെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ദൈവത്തെ സേവിക്കുന്നേ എന്ന് ചോദിക്കാനുള്ള വഴി വെട്ടിയിട്ടു. പക്ഷെ ദൈവാരാ ശക്തനല്ലേ. 13 കൊല്ലം കഴിയുമ്പോൾ കണ്ണിന്റെ പിരികം പോലും നരച്ച് തന്റെ കൂടാരവാതുക്കൽ യാക്കോബ് എന്ന വയസ്സൻ കാത്തിരിക്കുമ്പോൾ മിസ്രയീമിന്റെ, ഇന്നത്തെ ഈജിപ്തിന്റെ കൊടി വെച്ചൊരു രഥം അവന്റെ വീട്ടുപടിക്കൽ വന്നു നിന്നു. അന്നത്തെ മുടിചൂടാ സാമ്രാജ്യമായിരിക്കുന്ന ഈജിപ്തിന്റെ യൂണിഫോം ധരിച്ച 2 പട്ടാളക്കാർ ഇറങ്ങി വന്നെന്റെ ഭാവന കൂടി ചേർത്ത് പറയുക, വയസ്സനായിരിക്കുന്ന മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുന്നത് എല്ലാ അനർത്ഥങ്ങളും ആപത്തുകളും മാത്രമാണ്. സർക്കാരിന്റെ ബോർഡ് വെച്ച് കൊടി വെച്ചൊരു രഥം വന്ന് നിന്നപ്പോൾ അടുത്ത കേസ് കെട്ടാണോ എന്നോർത്ത് ഉള്ളു കലങ്ങിക്കൊണ്ട് ചങ്കെടുത്ത് കൈ പിടിച്ചോണ്ട് വയസ്സൻ ആരാ വരുന്നെന്ന് കാത്തു നിൽക്കുമ്പോൾ ഭയഭക്തിയോടുകൂടെ കയറി വന്ന 2 അജാനുഭാവുക്കളായ പട്ടാളക്കാർ ആ വയസ്സന്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഞങ്ങളുടെ യജമാനനായിരിക്കുന്ന യോസേപ്പിന്റെ അപ്പനല്ലേ, യാക്കോബ് പിതാവല്ലേ?
ഞെട്ടിച്ചു. ഇന്ന് രാത്രി തലമുടി നരച്ച പിതാക്കന്മാരോട്, അമ്മമാരോട് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ചങ്ക് മുറിഞ്ഞ് താഴെ വീണിട്ടും ദൈവത്തെ വിടാതെ ഭക്തിയോടെ കാത്തു നിൽക്കുന്ന അനർത്ഥങ്ങൾ കണ്ടിട്ടും ആപത്തുകൾ കണ്ടിട്ടും ഇതിട്ടിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചവന്റെ നടുവിൽ ദൈവത്തെ വിടാതെ നിന്ന് പത്തനംതിട്ടയിലെയും കുമ്പഴയിലെയും വട്ടച്ചാക്കിലെയും കോന്നിയിലെയും ചിറ്റാറിലെയും വിശുദ്ധന്മാരോട് ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, നിന്നെ ആദരിക്കാൻ സ്വർഗം ഒരു രഥമൊരുക്കി. അത് നിന്റെ കണ്ണാൽ കാണാതെ നിന്നെ ദൈവം തിരിച്ചെടുക്കത്തില്ല. ഇന്ന് രാത്രി ബാക്കി ഭാഗം എനിക്ക് കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കാനാ തോന്നുന്നത്. എന്റെ ദൈവത്തെ എന്റെ ഹൃദയത്തിനകത്ത് കിട്ടിയാൽ മഹാദൈവത്തിന്റെ ബലം എന്തെന്നറിഞ്ഞാൽ, ഹല്ലേലൂയ. ഒരു 5 കൊല്ലം മുമ്പ് വരെയൊക്കെ ഞാൻ സാധാരണ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നതിൽ കൂടുതലും ദൈവം സ്തോത്രം നന്മ തരുന്നവനാണെന്നും വീട് തരുന്നവനാണെന്നും സൗഖ്യം തരുന്നവനാണെന്നും സ്തോത്രം ദൈവം സ്തോത്രം സമ്പത്ത് തരുന്നവനാണെന്നൊക്കെ പറയുമ്പോഴായിരുന്നു കൂടുതലും. അങ്ങനെ പറഞ്ഞ് ഞാൻ സ്തോത്രം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു 5 വർഷമായി ഈ വേദപുസ്തകത്തിന്റെ അകത്തളങ്ങളെ തപ്പിത്തടയുമ്പോൾ ഞാൻ ഇന്ന് രാത്രി ഏറ്റവും അധികം കരയുന്നത്, ഏറ്റവും അധികം ഇരിപ്പിടം മറന്ന് ആരാധിക്കുന്നത്, എന്റെ ദൈവത്തെ പോലെ തന്റേടിയായ ഒരു ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, അവന്റെ കൂടെ നിൽക്കുന്നവനെ ഒറ്റക്കൊടുക്കാത്തവൻ, കാല് വാരാത്തവൻ. അങ്ങനെ ഒരു ദൈവമില്ലെന്ന് പറയുമ്പോൾ, ഈ ദൈവത്തെ പോലൊരു ദൈവമില്ലെന്ന് പറയുമ്പോൾ ആരൊക്കെ നോക്കി നിന്നാലും നിൽക്കുന്നിടം മറന്ന് നിറഞ്ഞ കണ്ണുകളോടെ ആ പാദം ചുംബിച്ച് ആരാധിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്റെ കർത്താവിനെ പോലെ വിശ്വസ്തനില്ല, ശക്തനില്ല, അവനെ പോലെ പ്രാപ്തനില്ല. ഈ ദൈവത്തെ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ, അവന്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, മനം തുറന്ന് ദൈവത്തെ നന്ദിയോടെ എങ്ങനെ സ്തുതിക്കാമോ അതുപോലെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. രഥമയച്ച യോസേഫ് യാക്കോബിനെ കയറ്റി മിസ്രയീമിൽ എത്തിച്ചു. സ്തോത്രം. വീട്ടിൽ നിന്ന് ആഹാരത്തിന്റെ പൊതിയുമായി പോയ, സ്തോത്രം, വെറും പഞ്ഞിനൂലങ്കി ധരിച്ചു പോയ ഒരു മോനെ അല്ല പിന്നെ ദൈവം കൊണ്ടത്. പിന്നെ ഞാനൊരു ദൂത് പറയാം. യോസേപ്പിനെയൊക്കെ നമ്മൾ എത്രയോ പ്രസംഗിച്ചിട്ടുള്ളതാ. പിന്നെ ഞാനൊരു ദൂത് പറയാം. 13 കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്റെ കയ്യിൽ നിന്ന് ദൈവം വാങ്ങിച്ച യോസേപ്പ് ഒരു പഞ്ഞിനൂലങ്കി ധരിച്ച യോസേപ്പാണെങ്കിൽ 13 കൊല്ലം കഴിഞ്ഞ് ദൈവം തിരിച്ചു തരുന്ന യോസേപ്പ് പഞ്ഞിനൂലങ്കി ധരിച്ചതല്ല, പാരേകന്റെ വള്ളിച്ചെരിപ്പിട്ട് നിൽക്കുന്ന യോസേപ്പല്ല, അവലും പൊതിയുമായിട്ട് നിൽക്കുന്ന യോസേപ്പല്ല, പാണ്ഡികശാലയുടെ താക്കോൽ കൂട്ടമായി രാജകീയ വസ്ത്രം ധരിച്ച് തലയിൽ കിരീടം വെച്ച് രഥമുള്ളവനായി മെതിയടിയിട്ടവനായി ആജ്ഞാനിവർത്തികളുടെ നടുവിൽ നിൽക്കുന്ന രാജാവിനെ പോലെ സിംഹാസനം കൊണ്ട് മാത്രം ഫറവോൻ വലുത്, അധികാരം കൊണ്ട് എന്റെ യോസേപ്പാണ് വലുത് എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ അങ്ങനെ ഒരു യോസേപ്പിനെ ദൈവം തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുന്നു, നിന്റെ ആരോഗ്യത്തെയോ നിന്റെ സന്തോഷത്തെയോ നിന്റെ സന്തതിയെയോ എന്തെങ്കിലും ദൈവം ഒരല്പകാലത്തേക്ക് അവന്റെ നാമമഹത്വത്തിനായി അവന്റെ കാര്യനിർവഹണത്തിനായി നിന്റെ കുടുംബത്തിൽ നിന്ന് സ്വർഗം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം തിരിച്ചു തരുന്നത് വെറും പഞ്ഞിനൂലങ്കി ധരിപ്പിച്ചായിരിക്കത്തില്ല, വെറും 110 രൂപയുടെ നൈറ്റി ഇടിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ട് കേട്ടില്ല. മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു കൊണ്ടിരുന്നത് പോലെ സ്വത്രം തിരിച്ചു കൊണ്ടുവരത്തില്ല. സ്വർഗം തിരിച്ചു തരാൻ പോകുകയാ. ദൈവം തിരിച്ചു തരുന്നത് മേടിച്ചതുപോലെ ആയിരിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് കർക്കശമായി പറയുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി, വിശ്വസ്തതയ്ക്കായി നന്ദി. കർത്താവിന്റെ കയ്യിൽ നിന്ന് തിരികെ പ്രാപിക്കാനിരുന്നു. സ്വർഗം എന്നോട് പറയുന്ന ഈ ദിവസങ്ങളിൽ ഒന്നിൽ സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോൾ ഞാൻ അതിരുകടന്ന് വിശ്വസിക്കുന്ന ഒരാളെ വചനം വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ ഞാൻ പിടിച്ചു നിൽക്കുകയല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം വെളിപ്പെട്ട് നിൽക്കിയാൽ പറയാം. സ്തോത്രം. എന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും മീഡിയയിൽ കൂടെ കേട്ടിട്ടുള്ള നിങ്ങൾ 1000 വട്ടം കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ വീണ്ടും ആവർത്തിക്കാം. നിങ്ങൾ ഇന്ന് രാത്രി ദൂതിന്റെ അവകാശിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാർച്ച് മാസത്തിൽ
എന്റെ കർത്താവ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്, നിന്റെ ചങ്ക് തകർന്നത്, സ്തോത്രം ഹല്ലേലൂയ, നീ രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ നിനക്ക് നഷ്ടപ്പെട്ടത്, സ്തോത്രം നിന്നെ ഇറക്കി വിട്ടത്, നീ ഒറ്റപ്പെട്ടത്, ദൈവം തമ്പുരാൻ തിരിച്ചു തരുന്ന ഒരു മാസമായി ഞാൻ ആത്മാവിൽ അട്ടച്ചാക്കൽ ക്രൂസേഡിന്റെ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് ദൈവമക്കൾക്ക് വേണ്ടി പ്രവചനാത്മാവിൽ പറയാം, സർവശക്തരായ ദൈവം ഇന്ന് രാത്രികാലം നീ ഏറ്റെടുത്തു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ കണ്ണീരിന്റെ പുറകിൽ വാങ്ങിച്ചത് എന്താണോ അത് സ്വർഗം തിരിച്ചു തരാൻ പോകുകയാ. ആ ദൂതങ്ങ് കേറിപ്പോട്ടെ, കേറിപ്പോട്ടെ, ഹൃദയത്തിനുള്ളിലേക്ക് കേറിപ്പോട്ടെ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിലേക്ക് ആ ദൂത് കയറട്ടെ, നിന്റെ തലമുറയിലേക്ക്. ആ കെട്ടഴിയുമ്പോൾ ആ മുഖം കുടഞ്ഞു കളയണം. ആ മുഖത്തിൽ കേട്ടതെല്ലാം പ്രായോഗികമാക്കിക്കൊള്ളണം. ഇന്ന് രാത്രി ഇവിടെ കൈയടിക്കുമ്പോൾ എവിടെയോ ആയുധം പിടിച്ചു പറിക്കുന്നുണ്ട്. ഇവിടെ അന്യഭാഷ പറയുമ്പോൾ എവിടെയോ നിന്റെ സന്തതിക്ക് പേപ്പർ വർക്കുകൾ തയ്യാറാകുന്നുണ്ട്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നിന്റെ വീട്ടിൽ വന്ന് ചിലര് പറഞ്ഞു, നീ കെട്ടും കെട്ടി പോയിട്ടല്ലേ, ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ എന്നേ കാര്യം നടന്നേനെ. ആ വാക്ക് സ്വർഗം കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവം തിരിച്ചു തരാൻ പോവുക. നിന്റെ കണ്ണുനീരിന്റെ മറുപടി തിരിച്ചു തരാൻ പോവുക. ഒരല്പസമയം ചിലരങ്ങ് രക്ഷപ്പെട്ടോട്ടെ, ചിലരങ്ങ് രക്ഷപ്പെട്ടോട്ടെ. കൃപ ലഭിച്ച ദൈവദാസന്മാരും കർത്തൃദാസിമാരും ഒരല്പസമയം ദൈവത്തെ ഒന്ന് ആത്മാവിൽ ആരാധിച്ചേ. ഇതിനകത്ത് വന്നില്ലെങ്കിലും ഈ പരിസരത്ത് ഇപ്പൊ ചിലർക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ യോഗത്തിന് പന്തലിന് കീഴെ പോകായിരുന്നു, അവർ പറയുന്ന കേൾക്കണ്ടായിരുന്നു. ഇന്ന് രാത്രി ആ കെട്ടുപൊട്ടുക. നാളെ രാത്രി ഇവിടെ ആള് വരും. ഇന്ന് വരെ വരാത്തവർ സ്വർഗം ആ ബന്ധനം അടിച്ചു കളയുക. വീട്ടിലിരിക്കുന്നവരുടെ അകത്ത് ദൈവം തിളപ്പ് കൊടുക്കുക. അവരിവിടെ ഓടി വരാൻ ഇന്ന് രാത്രി ദൈവം അവരെ വിളിക്കുക. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുന്ന ദിവസങ്ങൾ. ഈ സഭ ഇവിടെ യോഗം നടത്തിയത് വെറുതെ ആകത്തില്ല. ജനം അത് സാക്ഷ്യം പറയും. ഇതൊരു നാടിന്റെ ക്രൂസൈഡായി മാറുകയാ. ഹല്ലേലൂയ. ഇതൊരു ലോക്കൽ സഭയുടെ കണ്ണീരിന്റെ പ്രദർശനമാണ് ഈ കാണുന്നത്. പക്ഷെ യോഗം കഴിയുമ്പോൾ ഈ നാടിന്റെ ക്രൂസൈഡായി സ്വർഗം ഇതിനെ ഒരുക്കുന്ന വിവരം, ആ സന്തോഷ വാർത്ത ഇന്ന് രാത്രി പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ആഹ്ലാദത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു. ഈ നാട്ടുകാർ, അക്രൈസ്തവർ, പാസ്റ്ററേ, സ്തോത്രം ഹല്ലേലൂയ, ഈ മാർഗത്തെ അധികം ശ്രദ്ധിക്കാത്തവർ പറയും, നിങ്ങളുടെ അടുക്കലെന്ന് പറയും. സ്തോത്രം, ആ യോഗം ഞങ്ങൾ വീട്ടിലിരുന്നാ കേട്ടത്. പക്ഷെ ഇവിടെ ചിലത് പൊട്ടി അഴിഞ്ഞു, ഇവിടെ ചില അടയാളങ്ങൾ നടന്നു. അത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാ ക്രമീകരിച്ചതെന്ന് ആധാരം അടച്ചു വെച്ചവനെ കൊണ്ട് പറയിപ്പിക്കാൻ എന്റെ ദൈവം ഇന്ന് രാത്രി ഇതിന്റെ നടുവിലൂടെ ജയാളിയെ പോലെ ഉലാവുന്നുണ്ട്. സ്വർഗം അത് ചെയ്യുന്നു. ഓൺലൈനിൽ വായിച്ചിരുന്നവർ ഈ രാത്രി സ്തോത്രത്തെ ഏറ്റെടുത്ത് നിന്റെ വീട്ടിൽ ദൈവം അത് ചെയ്തിരിക്കും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. ദൈവം ഒരു കഥ പൊളിച്ചാൽ പിന്നെ ആർക്ക് അതിനെ ഇനി പിന്നെ പണിയാൻ പറ്റും?